നമസ്കാരം. പ്രൈം ട്യൂട്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ NCERT ടെക്സ്റ്റ് ബുക്കുകൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയിട്ട് എല്ലാവരും നിർബന്ധമായിട്ടും വായിച്ചിരിക്കേണ്ട ബുക്സ് ആണ് NCERT സിലബസിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT സിലബസിന്റെ ബുക്കുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും, നമ്മൾ നേരിട്ട് അഡ്വാൻസ്ഡ് ബുക്സിലേക്ക് കടന്നാൽ പോരെ, NCERT എന്ന് പറയുന്ന സ്കൂൾ ലെവലിലുള്ള ടെക്സ്റ്റ് അല്ലേ, അത് പഠിക്കണോ എന്നൊക്കെ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. പക്ഷേ NCERT ആദ്യം പ്രിപ്പയർ ചെയ്യണം. കാരണം അതൊരു ഫൗണ്ടേഷണൽ കോഴ്സ് പോലെയാണ്. ഇപ്പൊ നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ ഒരു ഫൗണ്ടേഷൻ ഇട്, അതുപോലെയാണ് UPSC സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്സ് വായിക്കുന്നത്. സ്വാഭാവികമായിട്ടും ബിഗിനേഴ്സിന് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാകാം. NCERT ബുക്സ് ഏതൊക്കെ വായിക്കണം, എങ്ങനെ വായിക്കണം, കുറെ നാളെടുക്കുമോ ഇത് വായിച്ച് തീരാൻ? ഒത്തിരി ബുക്സ് വരൂല്ലേ, 6th തൊട്ട് 12th വരെയുള്ള NCERT ബുക്സ് എടുത്ത് നോക്കുമ്പോൾ കുറെ ബുക്കുകൾ ഉണ്ടാവും. ഇതെല്ലാം എങ്ങനെ വായിച്ച് തീർക്കാൻ പറ്റും? വെറുതെ വായിച്ച് പോയാൽ മതിയോ? അങ്ങനെയുള്ള ഡൗട്ടുകളൊക്കെ നമുക്ക് തോന്നാം. അപ്പോൾ എങ്ങനെ NCERT ബുക്സ് വളരെ വ്യക്തമായിട്ട് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് NCERT നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ NCERT ബുക്സിന്റെ ഹാർഡ് കോപ്പീസ് എവിടെന്നെങ്കിലുമൊക്കെ ഒപ്പിക്കുക. ഇപ്പോൾ യൂസ്ഡ് ബുക്ക് സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് പകുതി വിലക്കൊക്കെ NCERT ബുക്സ് കിട്ടും. അപ്പോൾ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ ബുക്കുകളും നമുക്ക് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും മെയിൻ ക്ലാസ്സുകൾ, അതായത് ഒരു 9, 10, 11, 12 ഈ ക്ലാസ്സുകളിലെ ബുക്കുകളെങ്കിലും ഹാർഡ് കോപ്പി ആയിട്ട് കയ്യിൽ വെക്കാൻ ശ്രദ്ധിക്കുക. PDF വായിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് അത്യാവശ്യം എപ്പോഴും ഫോണിലോ ലാപ്ടോപ്പിലൊക്കെ നോക്കി വായിച്ചാൽ കണ്ണിനൊക്കെ പ്രശ്നമുള്ളവർ NCERT ബുക്സിന്റെ ഹാർഡ് കോപ്പി വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എല്ലാ NCERT ബുക്സ്, അത് PDF ആയിട്ടാണെങ്കിലും ഹാർഡ് കോപ്പി ആയിട്ടാണെങ്കിലും കളക്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെ ബുക്കുകൾ ഉണ്ട്, ഏതൊക്കെ നമ്മൾ പഠിക്കണം എന്നൊക്കെ വ്യക്തമായിട്ട് ആദ്യം മനസ്സിലാക്കുക. ഓരോ ക്ലാസ്സുകളിലെയും ഓരോ സബ്ജക്റ്റിന് എത്ര ടെക്സ്റ്റ് ആയിട്ടാണ് NCERT ഉള്ളത് അതൊക്കെ മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് 2 ബുക്കുകളായിട്ടാണ്, 2 പാർട്ടായിട്ടാണ്. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഏതൊക്കെ സബ്ജക്റ്റ് എത്ര ബുക്കുകളായിട്ടാണ് എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഓരോ ക്ലാസ്സിലെ ടെക്സ്റ്റിലും ആ സബ്ജക്റ്റിന്റെ എന്താണ് പഠിക്കുന്നത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ, 6ാം ക്ലാസ്സിലെ NCERT ഹിസ്റ്ററി ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. 7ാം ക്ലാസ്സിൽ മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ 8ാം ക്ലാസ്സിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അപ്പൊ വെറുതെ NCERT ബുക്സ് കളക്ട് ചെയ്ത് വെക്കാതെ ഓരോ ക്ലാസ്സിലും എന്താണ് നമ്മൾ ഓരോ സബ്ജക്റ്റിൽ പഠിക്കുന്നത് എന്നും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇപ്പൊ UPSC പ്രിപ്പറേഷൻ തുടങ്ങുന്ന എല്ലാവരും UPSCയുടെ സിലബസ് വ്യക്തമായി മനസ്സിലാക്കുന്നത് പോലെ NCERT വായിച്ചു തുടങ്ങുമ്പോൾ NCERT ഓരോ ക്ലാസ്സിലും എന്താണ് ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ഓരോ ക്ലാസ്സിൽ എത്ര ബുക്സ് ഉണ്ട് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ NCERTയുടെ പ്രിപ്പറേഷൻ തുടങ്ങാൻ. NCERT വായിച്ചു തുടങ്ങുന്നവരോട് എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം നോ ഷോർട്ട് കട്ട്സ് എന്നാണ്. NCERT ബുക്ക് നമ്മൾ ഒരു തവണയെങ്കിലും മുഴുവനായിട്ട് ആ ബുക്ക് തന്നെ വായിക്കണം. അപ്പൊ നമ്മുടെ ചാനലില് ഞാനിടുന്ന വീഡിയോസ് എന്ന് പറയുന്നത് NCERTയുടെ സിനോപ്സിസ് ആണ്. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ തന്നെ പറയുന്നുണ്ട് അതൊരു സിനോപ്സിസ് ലെക്ചർ ആണ്. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത്. ഓരോ ചാപ്റ്ററിലും അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത പല കഥകളും കാര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കും ടെക്സ്റ്റ് നരേറ്റ് ചെയ്യുന്നത്. പക്ഷേ സിനോപ്സിസ് ലെക്ചറിൽ അത് പറയാൻ പറ്റില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എടുത്ത് പറയുന്നത്. അപ്പൊ ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ സിനോപ്സിസ് ലെക്ചർ ഒക്കെ പഠിക്കാം. പക്ഷേ ഒരു തവണയെങ്കിലും NCERT ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചിരിക്കണം. അപ്പൊ അതാണ് ഫസ്റ്റ് കാര്യം. ആദ്യം ഓർത്തിരിക്കേണ്ട മന്ത്രയാണ്, ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ എടുക്കാൻ പാടില്ല. അപ്പൊ NCERT ടെക്സ്റ്റ് മുഴുവനായും ഒരു തവണയെങ്കിലും ഫുൾ വായിച്ചിരിക്കണം എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വെക്കുക. ഇനി പലർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ്, വൈ ഷുഡ് ഐ റീഡ് NCERT? എന്തിനാണ് NCERT വായിക്കുന്നത്? നേരെ അഡ്വാൻസ് ടെക്സ്റ്റ് പഠിച്ചാൽ പോരെ. പക്ഷെ അതൊരു റോങ് സ്ട്രാറ്റജിയാണ്, മനസ്സിലാക്കുക. നമ്മൾ ആദ്യമേ പറഞ്ഞു NCERT ഒരു ഫൗണ്ടേഷൻ ആണ്. അപ്പൊ നല്ലൊരു ബേസ് ഇട്ടാൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് പഠിച്ചു കയറാൻ പറ്റുകയുള്ളൂ. NCERT നമ്മൾ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് വെച്ചടി കയറ്റമായിട്ടാണ് നമ്മൾ ഓരോ കോൺസെപ്റ്റുകളും മനസ്സിലാക്കി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ
ഈസി ആയിട്ട് പിന്നീട് അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് നമുക്ക് വായിക്കാവുന്നതാണ്. ഇപ്പൊ NCERT ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ സ്കൂൾ ലെവൽ ടെക്സ്റ്റ് ആയതുകൊണ്ട് പല പിക്ചേഴ്സിലൂടെ മറ്റ് ഫിഗറുകളിലൂടെയൊക്കെ നമുക്ക് പല കോൺസെപ്റ്റും ഈസി ആയിട്ട് മനസ്സിലാക്കാം. സിമ്പിൾ ലാംഗ്വേജ് ആണ്. അഡ്വാൻസ് ടെക്സ്റ്റ് നേരിട്ട് വായിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ അതൊന്നും മനസ്സിലായി എന്ന് വരില്ല. അതുകൊണ്ടാണ് NCERT ബുക്സ് ആദ്യം വായിച്ച് ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് അഡ്വാൻസ്ഡ് ടെക്സ്റ്റിലേക്ക് കടക്കണമെന്ന് പറയുന്നത്. അപ്പോൾ NCERT ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. NCERT കഴിഞ്ഞിട്ട് മാത്രമാണ് അഡ്വാൻസ് ടെക്സ്റ്റിലേക്ക് കടക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ടൈം ടേബിൾ ഒക്കെ ഇട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഒരു 2-3 മാസം കൊണ്ട് NCERT മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ 1, 2, 3 ദിവസം കൊണ്ടായിരിക്കും ഒരു ടെക്സ്റ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുക. പയ്യെ നമുക്ക് ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടുകയും ഒരു ഇൻട്രസ്റ്റ് വരികയും NCERT മുഴുവൻ നമുക്ക് തച്ചിനിരുന്ന് വായിച്ചു തീർക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് NCERT വായിക്കണം. ഇനി ഓരോ ബിഗിനറിന്റെയും മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ് ഹൗ ടു റീഡ് NCERT. അപ്പോൾ സ്കൂളിലൊക്കെ പഠിച്ച ബുക്കുകളെ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഓടിച്ചിട്ട് വായിച്ച് തീർക്കാം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. NCERT ബുക്സ് നമ്മൾ മനസ്സിരുത്തി കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി വായിച്ചു പോകേണ്ടതാണ്. ഇപ്പൊ ഒരു ചാപ്റ്റർ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അതുപോലെ വെള്ളം പോലെ അത് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത ചാപ്റ്ററിലേക്ക് പോകാൻ. അപ്പൊ അത്ര തറവായിട്ട് വേണം NCERT നമ്മൾ വായിക്കാൻ. ഇപ്പൊ ഒരു 2 റീഡിംഗ് ഒക്കെ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ ആദ്യത്തെ റീഡിംഗ് നമ്മളൊന്ന് പരത്തി വായിക്കുക. അതായത് എന്താണ് ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വായിക്കുക. ഒരു ഹൈലൈറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തൊക്കെ വായിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ അടുത്ത റീഡിങ്ങിൽ നമ്മൾ അതിന്റെ സിനോപ്സിസ് എഴുതണം. സിനോപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എഴുതി വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു ചാപ്റ്റർ നമ്മൾ വായിച്ചു, ചില കാര്യങ്ങളൊക്കെ ആ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലിരിക്കും. അത് പിന്നീട് എഴുതി വെച്ച് ഓർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ ചില പേരുകള്, വർഷങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചില്ലെങ്കിൽ മറന്നുപോകും. അപ്പൊ ആ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട നമ്മളുടെ മനസ്സിലിരിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഞാൻ മറന്നു പോകുമെന്ന്. അതാണ് നമ്മൾ സിനോപ്സിസ് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഒരു പ്രാവശ്യം പരത്തി വായിക്കുക, അടുത്ത റീഡിങ്ങിന് സിനോപ്സിസ് എഴുതുക. ഇങ്ങനെയാണ് NCERT വായിക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും ഇത് സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി എന്നുള്ള രീതിയിൽ NCERT-നെ എടുക്കരുത്. ഓരോ ചാപ്റ്ററിലും സൈഡിൽ കൊടുത്തിരിക്കുന്ന ബോക്സുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിഗറിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഇതെല്ലാം നമ്മൾ വായിച്ചു പോകണം. അതിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെ വേണം നമ്മൾ NCERT പഠിക്കാൻ. ഇനി NCERT പഠിക്കാൻ ഒരു സ്ട്രാറ്റജി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം വളരെ സിമ്പിൾ ആണ്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തൊന്ന് അനലൈസ് ചെയ്യുക. NCERT-ക്ക് അകത്ത് തന്നെയുള്ള പല പോർഷനിൽ നിന്നും നേരിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എങ്ങനെയൊക്കെയാണ് NCERT-യുടെ അകത്ത് നിന്ന് ചോദ്യം വരുന്നത്? അത് ഡയറക്റ്റ് ആവാം, ഇൻഡയറക്ട്ലി ചോദിച്ചതാവാം. അങ്ങനെയൊക്കെ ഒരു അനാലിസിസ് നടത്തുക. ചുമ്മാ നമ്മൾ ചാപ്റ്റേഴ്സ് വായിച്ച് പഠിച്ചു പോയാൽ പോരാ, എങ്ങനെയാണ് UPSC ക്വസ്റ്റ്യൻ ഇടുന്നത് എന്ന് കൂടി മനസ്സിലാക്കണ്ടേ? അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ഇവർ ഇടുന്നു എന്ന് മനസ്സിലാക്കി ഒരു റീഡിങ്ങും കൂടി NCERT വായിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു പ്രാവശ്യം ഓൾറെഡി വായിച്ചു കഴിഞ്ഞിട്ടിരിക്കുന്നതായിരിക്കും. പിന്നെയും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് ഒരു വായന കൂടി നടത്തുമ്പോൾ നമുക്കൊന്ന് ക്ലിക്ക് ആവും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി പൊളിറ്റിക്സ് ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് ഓരോ ടോപ്പിക്കുകളും നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇരുത്തി വായിക്കണം. അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു പോകുമ്പോൾ ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡൗട്ടും നമ്മുടെ മനസ്സിലുണ്ടാവരുത്. അപ്പോൾ തന്നെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പോയി വേണം NCERT നമ്മൾ പഠിക്കാൻ. അല്ല ഈ ഒരു ചാപ്റ്ററിൽ ഒരു വേർഡ് എനിക്ക് അറിയില്ല, അത് മാറ്റി വെക്കരുത്. ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം NCERT പഠിക്കുക. അതുപോലെ വലിയ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ചാപ്റ്റർ അതേപടി തന്നെ സിനോപ്സിസ് എഴുതി വെക്കാൻ പറ്റില്ല. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹാർഡ് കോപ്പി തന്നെ വാങ്ങിച്ചിട്ട് അത്യാവശ്യം ഹൈലൈറ്റ് ഒക്കെ ചെയ്തിടാൻ നോക്കുക. അല്ലെങ്കിൽ എല്ലാത്തിനും സിനോപ്സിസ് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജി. അല്ലാതെ വേറെ കുറുക്ക് വഴികളൊന്നുമില്ല. ഷോർട്ട് കട്ട്സ് ഒരിക്കലും എടുക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഫുൾ NCERT നമ്മൾ വായിച്ചിരിക്കണം. അതുപോലെ NCERT ചില എഡിഷനൊക്കെ വളരെ പഴയതായതുകൊണ്ട് തന്നെ കുറച്ച് എററുകളൊക്കെ ഉണ്ടാവും. എക്സാമ്പിൾ ജോഗ്രഫിയിലൊക്കെ കുറച്ച് എററൊക്കെ ഉണ്ട് പഴയ ടെക്സ്റ്റിൽ. അപ്പോൾ നമ്മുടെ യുക്തിക്കനുസരിച്ച് ഇന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊക്കെ ക്ലിയർ ചെയ്ത് പോവുക. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ബുക്ക് വായിച്ചിട്ട് പിന്നീട് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതൊരു റിവിഷൻ കൂടിയാകും. ഞാൻ സിനോപ്സിസ് ആയിട്ട് ഇടുന്ന വീഡിയോസ് എല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എടുത്ത് പറയുന്നുണ്ട്.
അപ്പോൾ NCERT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ NCERT വായിക്കണം, NCERT സ്ട്രാറ്റജി എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. ഈ ഏതൊക്കെ NCERT ബുക്സ് ആണ് വായിക്കേണ്ടതെന്ന് ഇപ്പോഴും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാം. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ഇമ്പോർട്ടൻറ്റ് NCERT ബുക്സ് ആണ് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. ഒട്ടുമിക്ക ബുക്സുകളും നമ്മൾ വായിക്കേണ്ടതുണ്ട്. എന്നാൽ ചിലതൊക്കെ സെലക്റ്റീവ് ആയിട്ടുള്ള റീഡിങ്ങും വേണം. അപ്പോൾ അതിൽ ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. യൂട്യൂബിൽ തന്നെ ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ് ഏതൊക്കെ NCERT ആണ് റെഫർ ചെയ്യേണ്ടതെന്ന്. പക്ഷേ അത് വേണമെന്ന് തോന്നുന്നവർ കമന്റ് ചെയ്യുക. നമുക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും NCERT ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.